ഹൈവഡീസ്. അപ്പോ എനിക്ക് കണ്ടന്റ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് കണ്ടന്റ് ക്ഷാമം അടിച്ച് ഞാൻ മൂഞ്ചി നിൽക്കുന്ന സമയത്ത് ഞാൻ ബ്രൂട്ടോന്റെ ഈ വീഡിയോ കാണാനിടയായി. പണ്ട് സോളോ വൈനറിനെ റോസ്റ്റ് ചെയ്ത് ഏതോ ഒരു ചെറിയ കൊച്ചിപ്പോ ബിഗ് ബോസിൽ പോയിരിക്കും. ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഇപ്പോഴും ജീവിച്ചിരിപ്പെടുന്നത്. ഈ വ്ളോഗർക്ക് പേരും വെച്ചിട്ട് പേര് മാറ്റിയിട്ട് സ്വന്തം പേരിൽ കണ്ടന്റ് ഇട്ട് വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പണ്ടത് പഴമ്പരാണ് അറിയില്ല എന്ന് വിചാരിച്ചത്. ആവശ്യമുള്ള ഒരു സാധനമാണ് സമയം. സമയം എത്ര കിട്ടുന്നോ അത്രയും നല്ലതാണ്. അപ്പൊ സമയം ലാഭിക്കാനായിട്ട് നിന്റെ വീഡിയോ കാണാതിരിക്കുക. എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് ഗൈസ്, ഞാനൊന്ന് പറയാൻ പോകുന്നത് ഗൈസ് വലിയ കാര്യമൊന്നുമല്ല ഗൈസ്. വളരെ നിഗൂഢമായ തെരച്ചിലിന് ശേഷം ഞാൻ എൻ്റെ വീഡിയോയിലെ ഡിഫറൻസ് എന്താണെന്ന് കണ്ട് എത്തിയിരിക്കുന്നു ഗൈസ്. സോ ഈ വീഡിയോയിലെ ഡിഫറൻസ് എന്ന് വെച്ചാൽ സാധാരണ ഒരാൾക്ക് ഇത്രയ്ക്കും ഷോ ഓഫ് കാണിക്കാൻ പറ്റും ഇല്ലല്ലോ, ഇവിടെ എനിക്ക് കാണിക്കാൻ പറ്റില്ലേ? അതാണ് ആ വീഡിയോന്റെ ഡിഫറൻസ്. നീ തന്നെ നിന്നെ എടുത്ത് നോക്കണ്ടല്ലോ, അപ്പൊ ഞാനായിട്ട് തന്നെ നോക്കണ്ടല്ലോ. ഓ എന്റെ പൊന്നു മോനെ, ഇത്ര ഷോ ഓഫ് ഒന്നും പറഞ്ഞപ്പോ സംസാരിക്കാൻ നോക്കണം കേട്ടോ. എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. എനിക്ക് നല്ല ടെൻഷനും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. എന്താ മോളൂസ് നിനക്ക് ഇത്രമാത്രം ടെൻഷനും? നീ ബിഗ് ബോസിലേക്ക് പോണതിന്റെ ടെൻഷനാണോ അതോ നീ പ്രഗ്നൻസി എടുക്കാൻ പോണതിന്റെ ടെൻഷനാണോ? ഓ മൈ ഗോഡ്, സാധാരണ ഒരു ഗേൾസിന് പ്രഗ്നൻസി എടുക്കാൻ പോകുന്നതിന് പോയി ഉണ്ടോ ഇത്ര ടെൻഷൻ? ഇഷ്ടമാണ്, പക്ഷെ ബ്രോസ്റ്റിനോട് വലിയ താല്പര്യമില്ല. ഇപ്പൊ നമ്മൾ ചോളച്ചിപ്പ് കഴിക്കാൻ പോകണം. ചോളച്ചിപ്പ് കുറച്ച് നല്ലതാണ്. ചിപ്പ് നമ്മളെടുത്ത് കഴിക്കാൻ പോവാണ്. ഇതൊന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. എനി കണ്ടന്റ് ക്രിയേറ്റർ ഹൂസ് ഇൻ കണ്ടന്റ് ക്രിയേഷൻ ഈസ് ആരെങ്കിലും പറയണം അവൻ കൊടുക്കത്തെ ക്രിഞ്ചാണ് എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവള് ഒടുക്കത്തെ സൗന്ദര്യമുള്ള ബഡ്ഡി വ്ളോഗർ ഇവളെ പോലെ സൗന്ദര്യമുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഒടുക്കത്തെ റീച്ച് ഉള്ള ആളായിരിക്കും. ദേ ഡോണ്ട് കോൾ ഇറ്റ് ക്രിഞ്ച്. നമ്മളെ പോലത്തെ നോർമൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതേ സാധനം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ പറയും ക്രിഞ്ച്. Cringe. What the fuck? എന്റെ പൊന്നോ, എനിക്കിത് നീ കാണാൻ വയ്യ വയ്യ. ഞാൻ കട്ടിയാണ്. ബിഗ് ബോസിൽ വന്നിട്ട് ഇതിനേലും വെറുപ്പിക്കൽ കാണണല്ലോ എന്റെ പൊന്നീന്ന് ആലോചിക്കുമ്പോ വളരെ വളരെ സന്തോഷവും സങ്കടവും. എന്റെ പൊന്നേ, ഒന്നുമില്ല. ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്, വിച്ച് ഈസ് ആൻ അൺബോക്സിങ് വീഡിയോ. അതും വെറും അൺബോക്സിങ് അല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നീയൊക്കെ കൂടി ഇത്രയും അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ട് അൺബോക്സിംഗ് ഡ്യൂഡിനെയൊക്കെ ഫീൽഡ് ഔട്ട് ആക്കോടി. നീ സാധാരണ ഡ്യൂഡിയൊക്കെയാണ് ഇതേപോലെ ഷോഫ് കാണിച്ചിട്ട് അൺബോക്സ് ചെയ്യാൻ ഇന്ന് നമ്മളൊരു പെട്ടിയാണ് അൺബോക്സ് ചെയ്യാൻ, ഇന്നൊരു പട്ടീനെയാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മളൊരു മനുഷ്യ കൊച്ചിനെയാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ അൺബോക്സിംഗ് വീഡിയോ ചെയ്യാറ്. പക്ഷെ ഇപ്പൊ നീ ഇത് തുടങ്ങി കഴിഞ്ഞാൽ എന്റെ പൊന്നോ, ഇതൊക്കെ കാണുന്നവരുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കായിരുന്നു. എന്റെ പൊന്നോ.